നമസ്കാരം. കൊടകരിയത്തിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 2026 ജൂൺ 14 ഞായറാഴ്ച. കൊല്ലവർഷം 1201, ഇടവമാസം 31. ഇന്നത്തെ പത്രങ്ങളിലെ പ്രാദേശിക വാർത്തകളിലേക്ക് പോകുകയാണ്. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിയിൽ കുളിക്കുന്നതിനിടെ പുഴയിൽ മുങ്ങിപ്പോയ അമ്മയെയും മകളെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ പോൾ, പ്രതീഷ് എന്നിവരെ മറ്റത്തൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ആദരിച്ചത് സംബന്ധിച്ചുള്ള വാർത്ത മാതൃഭൂമിയുടെ പ്രാദേശിക പേജിൽ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. തൃശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉപഹാരം സമ്മാനിക്കുന്ന ചിത്രവും 4 കോളം വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയിലെ 141 ഇടവകകളിൽ നിന്നുള്ള മതബോധന അധ്യാപകർ പങ്കെടുക്കുന്ന രൂപത ടെഡ് ഫെസ്റ്റ് ഇന്ന് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് രൂപത മതബോധന ഡയറക്ടർ ഫാദർ റിജോയ് പഴയാറ്റിൽ തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചത് ഇന്നത്തെ മാതൃഭൂമിയിൽ 2 കോളം വാർത്തയായി നൽകിയിരിക്കുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രൂപതയുടെ പുതിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മനോരമയിൽ ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിൽ അർജന്റീനയുടെ കടുത്ത ആരാധകനായ കോടാലി നെല്ലിക്കാവിള ബാബു തലയിലും ബൈക്കിലും ലോകകപ്പ് ആവേശം നിറച്ചത് 2 ചിത്രങ്ങൾ സഹിതം നൽകിയിട്ടുണ്ട്. അധികാരികൾ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് മാധ്യമം ഇന്നത്തെ പ്രാദേശിക പേജിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ചൊക്കന റൂട്ടിലെ പത്തരയ്ക്കുണ്ട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡരികിൽ വലിയൊരു ഗർത്തം തന്നെ രൂപപ്പെട്ട് കിടക്കുന്നതിന്റെ ചിത്രവും വാർത്തയുമാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മഴക്കാലത്താണ് ഇവിടെ റോഡരിക് ഇടിഞ്ഞതെന്നും ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയതോടെ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ദേശാഭിമാനിയിൽ പറപ്പൂക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭയുടെ ഫെസ്റ്റീവ് ക്യാമ്പയിനെ കുറിച്ചുള്ള വാർത്ത പ്രാദേശിക പേജിൽ വായിക്കാം. ദീപികയുടെ പ്രാദേശിക പേജിൽ കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലും കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലും ഉന്നത വിജയികളെ അനുമോദിച്ചതിന്റെ റിപ്പോർട്ടുകൾ ഇരു വിദ്യാലയങ്ങളിലും സനീഷ് കുമാർ ജോസഫ് MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിൽ കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവത്തിന്റെ റിപ്പോർട്ട് ചിത്രം സഹിതം പ്രാദേശിക പേജിൽ വായിക്കാം. ഇന്നത്തെ പത്രവിശേഷം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.